രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയുടെ ആരോപണത്തിന്റെ നിയമസാധുതയിൽ സംശയം പ്രകടിപ്പിച്ച് കോടതി. ബലാത്സംഗം ചെയ്തുവെന്ന് പറഞ്ഞ ശേഷം പരാതിക്കാരി പ്രതിയുമായി നല്ല ബന്ധം പുലർത്തി. സംയുക്തമായി ഫ്ളാറ്റ് വാങ്ങുന്നതുവരെ ചർച്ച ചെയ്തു. അതിനാൽ ബലാത്സംഗ കുറ്റം ഈ ഘട്ടത്തിൽ നിലനിൽക്കുമോ എന്ന് പറയാനാകില്ല എന്നും കോടതി പറഞ്ഞു. മറ്റ് സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നതിന് ശേഷമാണ് സംഭവം പുറത്തു പറയാൻ തയ്യാറായതെന്നും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു. സിജോ വിജോൺ ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, എന്തൊക്കെ സംശയങ്ങളാണ് കോടതി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്? സിജോ, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് കോടതി ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി അവർ വിവാഹിതയായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് അവരെ ഒരാൾ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ അത്ര ഒരു സ്ഥിരീകരണത്തിലേക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് വിചാരണ വേളയിലാണെന്നാണ് കോടതി എടുത്തു പറയുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പരാതി നൽകാനുണ്ടായ കാലതാമസം കോടതി എടുത്തു കാണിക്കുകയാണ്. 1 വർഷവും 9 മാസത്തിന് ശേഷമാണ് ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. അതാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 പരാതികൾ നേരത്തെ വന്നിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി വരുന്നതെന്നുള്ള ഒരു കാര്യവും കോടതി എടുത്തു കാണിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള 1-2 സുപ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതി ഈ ഉത്തരവിൽ. ഒരു സംശയവുമില്ല, കോടതിക്ക് തന്നെ ഉറപ്പാണ് ഇവിടെ ഒരു പീഡനവും ഉണ്ടായിട്ടില്ല, ഒരു ബലാത്സംഗവും ഉണ്ടായിട്ടില്ല, ഒരു സാമ്പത്തിക ചൂഷണവും ഉണ്ടായിട്ടില്ല. മറിച്ച് നടന്നിരിക്കുന്നത് അവിഹിതമാണ്, വ്യഭിചാരമാണ് എന്നുള്ള കാര്യം കോടതിക്ക് തന്നെ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. കോടതിക്ക് ഇപ്പോൾ ട്രയലൊന്നും നടക്കാത്തത് കൊണ്ട് ഇതിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടമായതുകൊണ്ടും കോടതിയുടെ നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും അങ്ങനെ അല്ലാത്തത് കൊണ്ടും കോടതിക്ക് ഇപ്പം തന്നെ ഈ കേസ് ഡിസ്മിസ്ഡ് എന്ന് പറയാൻ കഴിയില്ല അല്ലേ. പരാതി വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു നടപടിക്രമമുണ്ട് നമ്മളെ നാട്ടിൽ. ഇനിയിപ്പോൾ അത് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാലും അതിനും ട്രയൽ നടക്കണം, അതിനും ഈ പറയുന്ന വിചാരണകളൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് പറയാൻ. അപ്പോൾ അതൊരു നടപടിക്രമം എന്നുള്ള രീതിയിൽ അവിടെ നടക്കട്ടെ എന്നുള്ളതപ്പുറമല്ലാതെ ഇവിടെ എല്ലാ അർത്ഥത്തിലും ഇത് പീഡനമല്ല, ബലാത്സംഗമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്തായിരുന്നു ഇത് വ്യക്തമായത് ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ട്രാപ്പായിരുന്നു. മനസ്സിലായില്ലേ? എല്ലാ അർത്ഥത്തിലും അത് തന്നെയായിരുന്നു. ആ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗൂഢാലോചനകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും, എന്ന് പറഞ്ഞാൽ ഒരു കേസിൻ്റെ പ്രൈമറി ഘട്ടമാണത്, പ്രൈമറി സ്റ്റേജിൽ പോലും ഈ കോടതികൾക്ക് ഇത്തരത്തിൽ ഈ പരാതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശനങ്ങളും നിരീക്ഷണങ്ങളും നടത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ഹണി ട്രാപ്പായിരുന്നു. അതിനുള്ള കാരണം എന്താ? കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ്, അയാൾ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്, വലിയ സ്റ്റാർഡമുള്ള വ്യക്തിയാണ്, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, വലിയ ജനപിന്തുണയുള്ള വ്യക്തിയാണ്, ജനപ്രതിനിധിയാണ്. അതിനേക്കാളൊക്കെ ഉപരി അയാളുടെ വലിയ നാക്കിന് മൂർച്ചയുള്ള വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഇയാളെ വീഴ്ത്തണമെന്ന് കുറേ കാലമായിട്ട് ശത്രുക്കൾ ആഗ്രഹിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത തിരക്കഥകൾക്കപ്പുറം ആരൊക്കെയോ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ നമുക്ക് ഈ കേസുകളിൽ കാണാൻ കഴിയുന്നത്. എല്ലാ കേസുകളിലും ഇപ്പോൾ 3 പരാതിയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറയില്ല, കാരണം ഇതൊന്നും നിലനിൽക്കില്ല നിയമപരമായിട്ട്. പരാതികൾ ഉള്ളത് 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിലും എന്താണ് സ്ഥിതി? കോടതി ഒറ്റയടിക്ക് അടപടലം മൂഞ്ചിക്കുകയാണ്. ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ എല്ലാ പരാതികളിലും കോടതി സംശയങ്ങൾ ഉന്നയിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, നിരീക്ഷണങ്ങൾ നടത്തുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പരാതി ഒരു വിധത്തിലും നിലനിൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് കോടതിയുടെ നടപടിക്രമങ്ങൾ അറിയുന്നവർക്ക്, നിയമം അറിയുന്നവർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് ബോധ്യമാകും. കാരണം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരാതിയുടെ നിലനിൽപ്പിനെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് വിചാരണ ഘട്ടത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമയുടെ നടപടിക്രമങ്ങൾ, ജുഡീഷ്യറിയുടെ നടപടിക്രമങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അതിപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രൈമറി സ്റ്റേജിൽ തന്നെ കോടതിക്ക് മനസ്സിലാവുകയാണ് പരാതി വ്യാജമാണ് എന്ന് മനസ്സിലായാൽ പോലും, ഇവൻ ദോ ആ ഒരു
ട്രയൽ പീരിയഡിലൂടെ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നടപടിക്രമങ്ങൾ, നിയമ നടപടിക്രമങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളത് കൊണ്ട് ആ വഴി അങ്ങനെ സഞ്ചരിക്കുക എന്നല്ലാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോക്ക് അങ്ങനെ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കോടതിയുടെ ചോദ്യങ്ങൾ കാണുമ്പോൾ, നിരീക്ഷണങ്ങൾ കാണുമ്പോൾ, പരാമർശനങ്ങൾ കാണുമ്പോൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ, നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ വലിയ ഒരു ട്രാപ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ട്രാപ്പിൽ അയാൾ വീണുപോയി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവ് അങ്ങനെ ഒരു ട്രാപ്പിൽ വീഴേണ്ട വ്യക്തിയല്ല എന്നുള്ളതാണ് എൻ്റെത്. പക്ഷേ എവിടെയോ അയാൾക്ക് പാളിപ്പോയി. മനുഷ്യ സഹജമായ ഒരു പാളിച്ച ആ ട്രാപ്പിൽ അയാൾ ചെന്ന് തല വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാണെങ്കിലും ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ഹണി ട്രാപ്പാണ്, ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകളുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു അറസ്റ്റിന് ശേഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത് അതിങ്ങനെ കുതിച്ചുയരുന്നതായിട്ടാണ് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുതിച്ചുയരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ശത്രുക്കൾ കൂടുതലുണ്ട്. അയാൾ പാലക്കാടിൻ്റെ MLA ആവുന്നതിന് മുമ്പ് ശത്രുക്കളുണ്ട്. MLA ആയാൽ മത്സരിക്കാൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയ ശത്രുതയുണ്ട്. MLA ആയി കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളായവരുണ്ട്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സരിൻ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ വളരെ വ്യക്തമായി കളിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. സരിന് ഈ ഗൂഢാലോചനയെ ഒന്ന് കൊഴുപ്പിക്കാനും അതിനെ ഒന്ന് രാഹുലിനെ ഒരു വലിയ മോശക്കാരനാക്കുവാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ പിന്നിൽ സരിൻ്റെ വ്യക്തമായ കൈകളുണ്ട്. ഈ സരിന് എന്തൊക്കെ ചെയ്തു? അയാൾക്ക് അയാളുടെ ഭാര്യയ്ക്കും വിദേശത്തുള്ള ദുബൈയിലും ഷാർജയിലും ഒക്കെയുള്ള ബന്ധങ്ങൾ, ആളുകൾ, അവരുടെയൊക്കെയുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരക്കുന്ന പട്ടികളാക്കി മാറ്റി. അല്ലേ? ആ സരീൻ അതിന് കാരണമുണ്ട്. കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയ നിമിഷം മുതൽ സരീൻ സ്വപ്നം കാണാൻ തുടങ്ങിയതാ. ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടുണ്ടാകും, അതിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയും, അതിൽ താൻ സ്ഥാനാർത്ഥിയാവും, താൻ വിജയിക്കും, MLA ബോർഡ് വെച്ച കാറിൽ ഞാൻ സഞ്ചരിക്കും, എൻ്റെ ഭാര്യ MLAയുടെ ഭാര്യയാകും, കൊച്ചമ്മ ദുബൈയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്നിട്ട് MLAയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ജീവിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടതാ. തിങ്കളാഴ്ച വരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് നടന്ന സരിൻ ചൊവ്വാഴ്ച ആയപ്പോൾ, അതായത് ചൊവ്വാഴ്ച സരിനെ സ്ഥാനാർത്ഥിയാക്കാതെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഉടനടി ഒരു വാർത്താ സമ്മേളനം നടത്തി മറുകണ്ഠം ചാടി അവിടെ സ്ഥാനാർത്ഥിയായി. അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോഴും സരിൻ എന്താ കരുതിയത്? വിജയിക്കുമെന്ന് കരുതി. പക്ഷേ പാലക്കാട്ടെ ജനം അടിച്ച് മൂലക്കിരുത്തി സരിനെ. അന്ന് മുതൽ ഇയാൾ തുടങ്ങിയതാണ്. നമ്മൾ വിചാരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ഒരു എന്തോ വിഷമത്തിൽ എവിടെയോ മാറി നിൽക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ അയാൾ ഒളിവിൽ തന്നെയായിരുന്നു, പക്ഷേ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുലിനെതിരെ എന്തൊക്കെ, അയാളെ എങ്ങനെ വെട്ടി വീഴ്ത്താൻ കഴിയുമെന്നുള്ള ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സരിൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ട്. ഇത് രാഹുൽ പാലക്കാട്ട് മത്സരിക്കാൻ വരുന്നതിന് മുമ്പും ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളൊക്കെ കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന. സരിന് AKG സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് അവിടെ കിണറയിലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ, അവിടെ നിന്നുണ്ടാക്കിയ പ്ലാനുകൾ, പദ്ധതികൾ, ഇതൊക്കെ അനുസരിച്ചാണ് ഈ എല്ലാ തിരക്കഥകളും ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പരാതികൾ അത്രയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നേരിൽ വന്ന് കണ്ട് പരാതി കൊടുക്കുന്നു. രണ്ടാമത്തെ പരാതി ഇമെയിൽ വഴി, അല്ലേ? അത് വന്നത്, അതിൻ്റെ ഒരു കോമഡി നിങ്ങളൊന്ന് ആലോചിക്കണം. പരാതി വന്നിട്ട് നേരെ KPCC പ്രസിഡൻറ്റിന്. എന്നിട്ട് KPCC പ്രസിഡൻറ്റിനോട് എന്താണ് പറയുന്നത്? എന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു, എല്ലാ ക്രൂരതകളും വിവരിച്ചുകൊണ്ട് KPCC പ്രസിഡൻറ്റിനൊരു പരാതി. എന്നിട്ട് അതിൽ പറയുന്നു എന്ത്? പാർട്ടി നടപടിയെടുക്കണം. KPCC പ്രസിഡന്റ് പറഞ്ഞു, ബലാത്സംഗത്തിനും പീഡനത്തിനും പാർട്ടിയല്ല നടപടിയെടുക്കുന്നത്, അത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. നേരെ നിയമത്തിന് മുന്നിലേക്ക്. മൂഞ്ചിയോ? അവിടെ തന്നെ മൂഞ്ചി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പരാതി, അത് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി.
ആ ഇമെയിൽ വഴി വന്ന പരാതി പുറം ലോകം അറിഞ്ഞില്ല, വളരെ രഹസ്യം. ആ രഹസ്യമാക്കി വെക്കുന്നതിലെ ഒരു ഗൂഢാലോചന. എന്താ ഗൂഢാലോചന? രഹസ്യമായാലാണ് രാഹുൽ കോടതിയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അപ്പോഴാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തൊടാൻ കഴിയില്ല എന്നറിയാം. അങ്ങനെ രഹസ്യമാക്കി വെച്ചു. രാത്രിക്ക് രാത്രി, അതും ശനിയാഴ്ച രാത്രി. വളരെ വളരെ വെൽ പ്ലാനഡ് ആണ്. കാരണം ശനിയാഴ്ച രാത്രി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞായറാഴ്ച കോടതികൾ അവധിയാണ്. അപ്പോൾ അന്ന് ഈ അറസ്റ്റ് ഉണ്ടാക്കിയാലും നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണ് പോവുക. ആ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കസ്റ്റഡിയും റിമാൻഡുമാണ് ഉണ്ടാവുന്നത്. അതല്ലാതെ അവിടെ നിന്ന് പിന്നെ വാദപ്രതിവാദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞായറാഴ്ച. അപ്പോൾ ഈ ആളുകൾക്ക്, അറസ്റ്റ് ചെയ്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയ ആളുകൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 10-20 ദിവസം അകത്ത് കിടക്കേണ്ടി വരും. എന്തായാലും കോടതിയിൽ ജാമ്യം കിട്ടുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് എത്താൻ 10 ദിവസം പിടിക്കും. അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. 18 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ഇതാണ് ഈ ട്രാപ്പ്. ആ ട്രാപ്പിൽ പോയി തലവെച്ച് കൊടുത്ത, അല്ലെങ്കിൽ അതിൽ അകപ്പെട്ടു പോയ, എങ്ങനെയോ പെട്ടുപോയ ഒരു വ്യക്തിയായി രാഹുൽ മാങ്കൂട്ടം മാറി എന്നുള്ളതാണ് വളരെ വളരെ സങ്കടകരമായ കാര്യം. കാരണം അയാൾ അത്രമാത്രം പൊട്ടൻഷ്യലുള്ള, അത്രമാത്രം ക്യാപ്പബിലിറ്റിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട എല്ലാ ചേരുവകളും ചേർന്ന വ്യക്തി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അയാൾ അങ്ങനെ ഹോമിക്കപ്പെടേണ്ട, അവസാനിക്കപ്പെടേണ്ട, മാറ്റി നിർത്തപ്പെടേണ്ട, വനവാസത്തിന് കൽപ്പിച്ച് എഴുതി തള്ളപ്പെടേണ്ട വ്യക്തിയായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം. എവിടെയോ ഈ ട്രാപ്പിൽ അയാൾ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടി എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്.